എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായമായാൽ വിരമിക്കണം. ഒരു മനുഷ്യജീവിതത്തിൽ 8 കാലഘട്ടങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഗർഭാവസ്ഥയിലുള്ളൊരു കാലഘട്ടമുണ്ട്. 2, 1 മുതൽ 3 വരെ വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം. ആ സമയത്താണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയൊക്കെ തിരിച്ചറിയാനും പപ്പ മമ്മി എന്നൊക്കെ വിളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ഈ 3 തൊട്ട് 6 വയസ്സുള്ള കാലഘട്ടമാണ് ഏർലി ചൈൽഡ്ഹുഡ്, പ്രാരംഭ ബാല്യകാലം. ആ സമയത്താണ് മറ്റ് ഭാഷകളൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ഇംഗ്ലീഷും മലയാളവും അക്ഷരങ്ങളും ഒക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. കൂടുതൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ചുറ്റുമുള്ളതിനൊക്കെ തിരിച്ചറിയുന്നൊരു കാലഘട്ടമാണ്. 4ാമത്തെ കാലഘട്ടമാണ് മധ്യ ബാല്യകാലം എന്നറിയപ്പെടുന്നത്. മധ്യബാല്യകാലം എന്ന് പറയുന്നത് 6 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കാര്യമാണ്. കുറേക്കൂടെ കൂടുതൽ കാര്യങ്ങളെ ഗ്രഹിക്കാനും ആളുകളെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നൊരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം. അതിനുശേഷമാണ് 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ആ സമയത്താണ് കൂടുതൽ അവർ ചിന്തിക്കാനും മറ്റ് അവരുടെ ഓരോ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് യുവാക്കൾ, യുവതികൾ, ആ പ്രായത്തിലുള്ള ആളുകൾ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും പഠനം പൂർത്തീകരിച്ച് മറ്റ് ജീവിതത്തിൻ്റെ വിവിധ മാർഗങ്ങളിലേക്ക്, വിവിധ നിലകളിലേക്ക് എത്തിച്ചേരുവാനും, ജോലിയോ മറ്റ് വ്യാപാരമോ വ്യവസായ മേഖലകളിലേക്ക് മാറിപ്പോകാനും, അതുപോലെ തന്നെ ജീവിത പങ്കാളികളെ കണ്ടെത്താനും കുടുംബജീവിതത്തിൻ്റെ ആരംഭം കുറിക്കാനും ഒക്കെ പറ്റുന്നൊരു ചെയ്യുന്ന കാലഘട്ടമാണ് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള കാലഘട്ടമാണ് മധ്യ യൗവനം, മിഡിൽ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അത് 40 മുതൽ 60-65 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ കുറേ കൂടെ കൂടുതൽ അവരുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണാനും അവരെയൊക്കെ വളർത്താനും, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വാർദ്ധക്യം അല്ലെങ്കിൽ ലേറ്റ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് 60 അല്ലെങ്കിൽ 65 വയസ്സിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും സീനിയർ സിറ്റിസൺസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ പ്രത്യേക പരിഗണനയെ കൊടുക്കുന്നുണ്ട്. പരിഗണന കൊടുക്കാനുള്ള കാര്യം, ഒരു 60, 65 അല്ലെങ്കിൽ 70 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അതുവരെ ജീവിച്ചു വന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി മാറ്റം ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങൾ പിടിപെടുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്തിക്കുന്നത് പോലെ അല്ലെ കണ്ണും കാതും ഓടുന്ന പോലെ അത്ര സ്പീഡിൽ കൈയും കാലും എത്തുകയില്ല. ഉദ്ദേശിക്കുന്നത് നടത്താൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഓർമ്മശക്തി പഴയതുപോലെ ഇല്ല. കേൾവിശക്തി കുറഞ്ഞു വരുന്നു. നാഡീഞരമ്പുകളുടെ ബലം കുറഞ്ഞു വരുന്നു. അസ്ഥികളുടെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നു. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കുറേ കൂടെ സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അതിന് വിപരീതമായിട്ട് പലപ്പോഴും ഈ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കൂടുതൽ അധികാരത്വര ഉണ്ടാവുകയും കൂടുതൽ ആളുകളെ ഭരിക്കണം, നിയന്ത്രിക്കണം, ഭരണ കേന്ദ്രങ്ങളിൽ ഇരിക്കണമെന്നും, അതുപോലെ എല്ലാ മേഖലകളിലും, അത് മതപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും സാമൂഹികപരമായ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും പലപ്പോഴും മനോരസപ്പെടുത്തുന്ന ഇടപെടലുകൾ ഈ ഒത്തിരി വാർദ്ധക്യത്തിൽ വന്നവർ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അവരുടെ യൗവനത്തിലും അതുപോലെ മധ്യ യൗവനത്തിലും ഒക്കെ അവർ നല്ലവണ്ണം പ്രവർത്തിച്ച അവരുടെ നല്ല മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വരും തലമുറകൾക്ക് ജീവിക്കാനുള്ള അവസരമാണ് അവർ കൊടുക്കേണ്ടത്. അല്ലാതെ വരും തലമുറയുടെ അവസരവും തട്ടിപ്പറിച്ച് കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കാതെ അവരുടെ ബുദ്ധിയും അറിവും അവരുടെ പാരമ്പര്യവും ഒക്കെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്ത് വരും തലമുറയെ പരിപോഷിപ്പിക്കാനായിട്ടുള്ളൊരു കാലഘട്ടമാണ്. മാറി സ്വസ്ഥമായിട്ടൊരിടത്തിരുന്നു കൊണ്ട് വളർന്നു വരുന്ന തലമുറയെ പരിപോഷിപ്പിക്കുമ്പോൾ അവരും സമൂഹത്തിന് നന്മ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിട്ട് അവർ വളർന്നു വരും. അവർക്ക് അവസരം കൊടുക്കാതെ പല സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് റിട്ടയറായി കഴിയുമ്പോൾ വീണ്ടും എന്തെല്ലാം സ്ഥാനങ്ങൾ ലഭിക്കും, എവിടെയെല്ലാം മത്സരിക്കാൻ പറ്റും, വരുന്ന തലമുറയുടെ ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്
അവരെ അലോരസപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിതത്തിൽ ആർജിച്ച അവരുടെ നിലവാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുവാൻ വാർദ്ധക്യത്തിൽ നല്ല പേരിൽ തന്നെ ജീവിതാന്ത്യത്തിൽ എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.